ഇവിടെ നിലവില് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട്. അവർക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ബോച്ചെ. അപ്പൊ നാളെ അവർക്ക് നീതി കിട്ടിയില്ലല്ലോ. കോടതി നിയമം ലംഘിച്ചാണോ പുള്ളി നടക്കുന്നത്? തീർച്ചയായിട്ടും അത് രജിസ്റ്ററിൽ ഒപ്പിടാതെ ഒരാൾ പ്രതിഷേധിച്ചാൽ ഞാൻ പറഞ്ഞാണ് കാര്യം. ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു പക്ക ക്രിമിനലായിട്ടായി. പക്ഷെ ഇത് പൊതു ബോച്ചയാണ്. ബോച്ചയെ നമ്മള് നീ എന്തിനാണ് പറയുന്നത്? നീ ആരാ ജഡ്ജിയാണോ? ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും അഭിപ്രായം സാധാരണക്കാരനല്ല ബോച്ചെ. അദ്ദേഹത്തെ ഞാൻ ഇപ്പൊ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജാമ്യം നാളത്തേക്ക് നീട്ടിയതല്ല എന്നാണ് പറയുന്നത്. നിലവിൽ ബോച്ചെ ഒരു പ്രതിഷേധം നടത്തുകയാണ് അതിനകത്ത്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പിടാൻ തയ്യാറല്ല. കാരണം ഒരുപാട് പേര് അതിനകത്ത് ഇതുപോലെ ജാമ്യം കിട്ടിയിട്ട് പല കേസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മറ്റുള്ള പ്രതികളായിട്ടുള്ളവരെ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ, കാര്യം സബ് ജയിൽ, ജില്ലാ ജയിൽ എന്ന് പറയുന്ന പ്രതികളല്ല ഇടുന്നത്. പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അവർക്ക് എല്ലാവർക്കും ഒരു നീതി കിട്ടിയാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ എന്നുള്ള ഒരു അദ്ദേഹം ഒരു അജണ്ടയുമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറക്കാൻ പറ്റാത്തത്. എന്തായാലും നാളെ അദ്ദേഹം ഇതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ ജയിലിനകത്താക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിച്ചോ അവർക്ക് നെറുകന്തലയിൽ കൊടുക്കുന്ന ഒരു അടിയാണ്. കാര്യം ജയിലിലാക്കി കഴിഞ്ഞാൽ എല്ലാം വിജയിച്ചു, എല്ലാം അവർക്ക് നേടി എന്ന് പറയുന്ന നമ്മളെ പ്രശസ്തയായിട്ടുള്ള നടിയായിക്കോട്ടെ, ഭരണകൂടങ്ങളായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ബോച്ചെ ഒരു നല്ലൊരു തല്ല് കൊടുത്തിരിക്കുകയാണ്. നല്ല മധുരമായിട്ടൊരു തല്ല്. കാര്യം ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ കയറുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, മാനസിക സംഘർഷം. ആദ്യമായിട്ടൊരാൾ കയറിക്കഴിഞ്ഞാൽ അവർ പിന്നെ സാധാരണഗതിയിൽ അവിടെ എന്താണ് സുഖജീവിതമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലീസുകാർ ഒരിക്കലും ഒരു പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആരെയും ജയിലിൽ അടയ്ക്കരുതെന്നാണ്. കാര്യം ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു പക്ക ക്രിമിനലായിട്ടായി. കാരണം ജയിൽ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. തലമുറയോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു കേസിൽ അകത്തു പോകാൻ വേണ്ടി ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ബോച്ചെ ഇവിടെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്നത് കറക്റ്റാണ്. ഞങ്ങൾ പുറത്ത് അറിഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കുൾപ്പെടെ. പക്ഷേ അത് ഞങ്ങൾ സദയം ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യത്തോടു കൂടി ഞങ്ങൾ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും നാളെ രാവിലെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് ഞാൻ കരുതുന്നു. ജയിലിനുള്ളിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെയാണ് അറിഞ്ഞത്. പുള്ളിക്കാരൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ല. രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ മാത്രമല്ലേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമരം നാളേക്ക് നമ്മൾ തീർച്ചയായിട്ടും നാളെ ഇതേപടി സമരം ചെയ്യും. നമ്മുടെ പ്രതിഷേധം ഇത് എന്തായാലും ആഹ്ലാദ പ്രകടനമായിട്ടാണ്. ഒരു പ്രതിഷേധമല്ല. പ്രതിഷേധം മറ്റേ ആളിനാണ്, ഓപ്പോസിറ്റ് നിന്ന ആളിനാണ്. അത് അവരോടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ. പക്ഷേ സൂപ്രണ്ടല്ല, സൂപ്രണ്ട് ഇപ്പോഴല്ലേ പോയത്. അല്ല, പുള്ളി പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ നിലവില് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട്. അവർക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ബോച്ചെ. അപ്പൊ നാളെ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ബോച്ചെ ഇറങ്ങില്ലാന്നാണോ? ബോച്ചെ ഇറങ്ങണം, ഇനി മനസ്സ് മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതല്ല, അവർക്ക് ഇനി ഒരിക്കലും നീതി കിട്ടിയില്ലെങ്കിൽ ബോച്ചെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുമെന്നാണോ? അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, നമ്മുടെ നിലപാടല്ല. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ബോച്ചെ ഇറങ്ങേണ്ടതായിരുന്നു. ഇന്നിറങ്ങേണ്ടതാണ്. ജാമ്യം കിട്ടിയല്ലോ. കോടതി നിയമം ലംഘിച്ചാണോ പുള്ളി നടക്കുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെ പറ്റുമോ ഒരാൾക്ക് കോടതി നിയമം ലംഘിച്ചാൽ? അത് രജിസ്റ്ററിൽ ഒപ്പിടാതെ ഒരാൾ പ്രതിഷേധിച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, സാധാരണക്കാരനല്ല ബോച്ചെ. അദ്ദേഹത്തെ ഞാൻ പറയട്ടെ, കാര്യം പറഞ്ഞോട്ടെ. അപ്പോ സാധാരണക്കാരനല്ല ബോച്ചെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒന്ന് ബലമുറായി വെച്ച് ഒപ്പിടിച്ച് പുള്ളിക്കാരനെ പുറത്തു വിടും. പക്ഷെ ഇത് പൊതു ബോച്ചയാണ്. ബോച്ചയെ നമ്മള്
ഒപ്പിടാൻ പറ്റില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ നിൽപ്പുണ്ട്, ഉദ്യോഗസ്ഥനോട് ചോദിക്കുക. ചേട്ടാ അകത്തിറങ്ങുന്ന എസ് ഐ തന്നെ പറഞ്ഞത് എസ് ഐ പറഞ്ഞത് നിങ്ങളാണ് ഇത് വളച്ചൊടിക്കുന്നത്, ഇത് നിയമ ഇത് എസ് ഐ ആണ് പറഞ്ഞത്. നിങ്ങൾ മീഡിയ ആണോ? നിങ്ങൾ മീഡിയ മീഡിയ അല്ല പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്? മീഡിയ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ നേരെ അവിടെ പറയും. അല്ല ഞാൻ സംസാരിക്കട്ടെ. അല്ല നിങ്ങൾ അവിടെ പറയില്ല, നിങ്ങൾ അവിടെ പറയും. അതെങ്ങനെയാണ് ഞാനൊരു ക്യാമറയും മൊബൈലും കൂടി ഇന്നാലെ മറുപടി പറയാം. അത് മൈക്ക് അവിടെ എടുക്കാം, അദ്ദേഹത്തിന്റെ മൈക്ക് ചോദിച്ചാ പറയോ? നീ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ എന്തിനാ സൗകര്യപ്പെടുന്നത്? നമുക്ക് സംസാരിച്ചത് നിയമം നിങ്ങൾ സംസാരിച്ചോ? നീ ആരാ ജഡ്ജിയാണോ? ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ചേട്ടാ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിനനുസരിച്ച് അയാൾ പറയുന്നത് കേട്ടാലുള്ള സമയം ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അകത്ത്. അപ്പൊ അത് പെട്ടെന്ന് കാര്യം ലോക്കപ്പിൽ സമയം കഴിയുകയാണ്. ലോക്കപ്പ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത്. എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാവൂ, മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അല്ല എസ് ഐ അങ്ങനെയല്ല പറഞ്ഞെന്നാണ് ഇയാൾ പറയുന്നത്. പോലീസുകാർ പലതും പറയും. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർ ഇങ്ങനെ പലതും പറയും. കാര്യം പോലീസുകാർ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടാണോ ജയിലിൽ അടച്ചിരിക്കണേ? അല്ലല്ലോ. ഏറ്റവും നല്ല അതാദ്യം മനസ്സിലാക്കുക. പോലീസുകാർ എന്നോടൊന്ന് പറയും, നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കാണും, ഇനി വേറൊരാൾ വേറെ പലതും പറയും. അതാദ്യം മനസ്സിലാക്കുക. ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞത് ബോച്ചക്ക് ജാമ്യം കിട്ടി, ബോച്ച ഒപ്പിടാൻ തയ്യാറാവുന്നില്ല, അപ്പൊ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജയിലിൽ കിടക്കുന്നതാണ് അതിന്റെ അർത്ഥം. ആയിരിക്കാം. ലോക്കപ്പിന്റെ ടൈം അറിയോ? ലോക്കപ്പ് ടൈം 6 മണിയാണ്. 6 മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കയറ്റി ലോക്കപ്പ് ചെയ്താൽ പിന്നെ ഡ്യൂട്ടി മാറുകയാണ്. അപ്പോൾ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രശ്നം. അത് നമുക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം. അല്ല ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞത് ഒപ്പിടാൻ തയ്യാറായതുകൊണ്ടാണ് പുറത്തു വരാത്തത്. ഇതാണ് എന്നോട് പറഞ്ഞത്. എസ് ഐ പറഞ്ഞ കാര്യം. അങ്ങനെയാണെങ്കിൽ നിയമത്തിന് വിരുദ്ധമാണ് അതിന്റെ അർത്ഥം. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച്, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിയമവിരുദ്ധമായിട്ട് ഒരാൾ ചെയ്യുന്നു ഇല്ല, അത് അവരുടെ മൗലിക ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്തില്ലല്ലോ. ഇത് എസ് ഐ പറഞ്ഞതാണ്, ശരിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അകത്ത് കയറിയിട്ടില്ല. ഓൾറെഡി തെറ്റ് ആരോപിച്ചതിന്റെ പേരിലാണ് കോടതി ഓൾറെഡി ഉത്തരവിട്ടു റിലീസിന്. എന്നിട്ടും ജയിലിൽ പുറത്തായിട്ട് പോച്ച വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ. ചോദ്യം മനസ്സിലായി. ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് അതിനകത്ത് നമ്മൾ കയറിയിട്ടില്ല. പോലീസുകാർ പറഞ്ഞത് എനിക്കറിയാൻ പാടുന്നു. മനസ്സിലായോ? ചേട്ടൻ അറിയാത്തത് പറയുന്നു. ഓക്കെ, അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ.